ഇങ്ങനത്തെ പൊട്ടിയതോ അല്ല വലിച്ചെറിഞ്ഞിട്ടുള്ളതോ വേണ്ടാത്തൊക്കെ ഇഷ്ടിക കഷ്ണം പറമ്പിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പെറുക്കി എടുത്തോ കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലൊന്ന് മല്ലി നട്ടാലോ. അപ്പൊ മല്ലി എങ്ങനെ നട്ടാലും പിടിക്കാറില്ല അല്ലെ, പലരും നമ്മുടെ അടുത്ത് വീഡിയോയിൽ വന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ നട്ടിട്ടുള്ള ഒരു മല്ലിയാണ് കേട്ടോ. അപ്പൊ മല്ലി ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോയി നുള്ളുന്നേ, അതുകൊണ്ട് അത്ര കാണാനൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ എന്തൊരു കറി വെക്കുകയാണെങ്കിലും അതിൽ മല്ലി ഇടും. കാരണം വീട്ടിലുണ്ടായതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് കേട്ടോ മല്ലി. അപ്പൊ ഇതാ ഈ ഒരു ഇഷ്ടിക കഷ്ണം ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. പൊട്ടിയതാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഇനി ഇഷ്ടിക കഷ്ണം ഇല്ലാത്തവർ ചകിരി എടുക്കുക. അപ്പൊ ഇത് ഞാൻ മുറ്റത്താണ് ചെയ്യുന്നത്. അപ്പൊ മുറ്റത്ത് അടിവശം മണ്ണാണ്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ മുറ്റത്ത് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പാളയിലാണെങ്കിലും അല്ല ഇതുപോലെ ഇഷ്ടികയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടിക ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടികയിൽ ചെയ്യുന്ന സമയത്ത് അടിവശത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓടില് നമ്മുടെ മല്ലി നടുന്നത്. അപ്പൊ നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാ കുറച്ച് കരിയെല്ലാം ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഒത്തിരി പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരോട്ടം നല്ലോണം നടക്കാനും നല്ലതുപോലെ നമ്മുടെ ഈ ഒരു മല്ലി ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഇട്ട് കൊടുക്കുന്ന മണ്ണ് പറഞ്ഞാല് നമ്മുടെ സാധാ മണ്ണിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് മിക്സ് ചെയ്തതാണ്. അല്ല നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി മണ്ണും ഉണ്ടെങ്കിൽ ചാണകപ്പൊടി മണ്ണും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലെവലാക്കുക. കട്ടയും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് ഇതുപോലൊന്ന് മണ്ണൊന്ന് ഒരുക്കി വൃത്തിയാക്കി എടുക്കുക. ഇനി അതിന്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും കൂടിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പൊ നമ്മൾ ചാണകപ്പൊടി ഇട്ട് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഒന്നും മിക്സ് ചെയ്തു. അപ്പൊ അതിലും ആണെങ്കിൽ ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന്റെ സമയത്ത് കട്ടിയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് കളയുക കേട്ടോ. കാരണം മല്ലിക്ക് നല്ല സോഫ്റ്റ് ഉള്ള മണ്ണാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറ് കിട്ടുകയാണെങ്കിൽ എടുത്തോളൂ, പക്ഷെ ചകിരിച്ചോറ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു പൊട്ടി മിക്സിൽ നട്ടാലും ഉണ്ടാവേ. അപ്പൊ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു. ഇനി നമ്മൾ മല്ലിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിയാണ്. കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് പൂത്തിങ്ങനെ കറുത്ത് നിൽക്കുന്ന മല്ലിയൊന്നും വാങ്ങിക്കരുത്. കുറച്ച് പച്ചപ്പ് തോന്നിക്കുന്ന ഫ്രഷ് ആയിട്ട് മല്ലിയില്ലേ അത് നോക്കി വാങ്ങാട്ടോ. എന്നിട്ട് തലേ ദിവസം ഒരു പിടി മല്ലി എടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വെക്കുക കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വെച്ചത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. കണ്ടോ, ഇത് നന്നായിട്ട് കുതിർന്ന് നിൽക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുമ്മാ എടുത്തിട്ടാണ്ട് പൊടിച്ച് ഇങ്ങനെ പൊടിക്കുക എന്നല്ല, ഒന്ന് ഉടയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഞൊരടി ഇങ്ങനെ ചെയ്യുക. അപ്പൊ മല്ലി 2 വിത്താണ്. അപ്പൊ ഒരു വിത്ത് 2 എണ്ണമായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞൊരടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്നെങ്കിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു മല്ലി നമ്മുടെ ഈ ഒരു പോട്ടി മിക്സും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇപ്പൊ നമ്മൾ ഇട്ടല്ലോ ചാണകപ്പൊടി മണ്ണും അതേപോലെ കമ്പോസ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടല്ലോ, ആ ഒരു പൊട്ടി മിക്സ് തന്നെ കുറച്ചും കൂടി ഇതിന്റെ മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാ ഞാനത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഡെയിലി നനയ്ക്കരുത്, ഡെയിലി നനയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു പോട്ട് ഭയങ്കര ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇപ്പൊ നമ്മളൊന്ന് നനയ്ക്കുന്നുണ്ടല്ലോ, നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒന്നിക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കുറച്ച് വലിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ആ കവർ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക കേട്ടോ. കാരണം ആ മല്ലിയൊക്കെ ഒന്ന് മണ്ണായിട്ട് ചേർന്ന് വേരൊക്കെ ഒന്ന് പിടിച്ച് മുളയ്ക്കൊന്ന് അവിടെ കിടന്നൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി പ്ലാസ്റ്റിക് കവർ ഒന്നും ഇല്ലാത്തവര് കുറച്ച് ഇല എടുത്തിട്ട് കരിയില എടുത്തിട്ട് ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഓലയാണെങ്കിലോ പട്ടയാണെങ്കിലോ ഒന്ന് ഒടിച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വരുമ്പോൾ മല്ലി ഉഷാറായിട്ട് മുളയ്ക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അത് മാറ്റും വേണം കേട്ടോ.
ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആണ് കേട്ടോ. നമ്മുടെ ഓടില് നമ്മുടെ മല്ലി നടുന്നത് കണ്ടോ, എല്ലാ മല്ലി നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയും, പക്ഷെ ഇതൊന്നും ചെയ്താൽ ഉണ്ടാവില്ല, ചുമ്മാ ആണ് എന്നൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കണ്ടോ, ഇതെല്ലാം മുളച്ച് വന്നു. അപ്പൊ ഇതിന് നമ്മളൊരു 4-5 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് വീണ് കിടക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.